ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുകയാണ്. ഉന്നതതല യോഗത്തിന് ശേഷമാണ് വീണ ജോർജ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. PWD ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഫോറൻസിക് പരിശോധന അവിടെ നടക്കുകയാണ്. ഈ സംഭവമുണ്ടായ MRI മെഷീൻ്റെ UPS റൂമിൽ ഉൾപ്പെടെ ഫോറൻസിക് ടീം ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധന, PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെ പരിശോധന, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പരിശോധന അവർ ഇപ്പോൾ നടത്തുകയാണ്. ഈ അന്വേഷണങ്ങൾ പൂർത്തിയായി ഒരു റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത്, അതോടൊപ്പം ഇന്നത്തെ മീറ്റിങ്ങിൽ ഈ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത്, ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ബാറ്ററിക്കുള്ളിലെ ഇൻറ്റേർണലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് സാങ്കേതികമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സാങ്കേതികമായ ഒരു കണ്ടെത്തലിന് മുൻപ് ഇന്നതാണ് അതിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുകയില്ല. ഈ MRI മെഷീനെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം MRI മെഷീൻ്റെ UPSനെ സംബന്ധിച്ചിടത്തോളവും 2026 ഒക്ടോബർ വരെ ഇതിന് വാറൻറ്റി ഉള്ളതാണ്. ഫിലിപ്സിൻ്റെ മെഷീനാണ് MRIക്ക് ഉള്ളത്. അതുകൂടാതെ ഈ UPSും അതുപോലെ UPS അനുബന്ധ ബാറ്ററികളുമായി ബന്ധപ്പെട്ടും നിർദ്ദിഷ്ട ഏജൻസി കൃത്യമായ മെയിൻ്റനൻസ് 6 മാസത്തിനിടയിൽ ഉള്ള മെയിൻ്റനൻസ് ആണ്. അതായത് 6 മാസത്തിന് ഇടയിൽ ഒരിക്കൽ അവർ പരിശോധിക്കണം എന്നുള്ളതാണ്. ഇതുവരെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ UPSുമായിട്ടോ ബാറ്ററികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഡോക്ടേഴ്സും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും അവസാനം ഇവർ ഈ 6 മാസത്തിനുള്ളിൽ മെയിൻ്റനൻസ് നടത്തി അതിൻ്റെ രജിസ്റ്റർ ഉൾപ്പെടെ ഇവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് അത് കൃത്യമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതായിട്ട് ഉണ്ട്. എത്രയും പെട്ടെന്ന് ഈ പരിശോധന പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. കാരണം നമുക്കിപ്പോൾ MRI മെഷീൻ ഈ കൂളിംഗ് സംവിധാനം ഒന്നുമില്ലാതെ അത് ആ നിലയിൽ നിലനിർത്തുക, അങ്ങനെ നിലനിർത്തി പോന്നാൽ മെഷീന് കേടുപാടുകൾ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് PWD ഇലക്ട്രിക്കൽ വിഭാഗവും KSEBയും ഒക്കെ ചേർന്നുകൊണ്ട്, അതുപോലെ ആ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും എങ്ങനെയാണ് മെഷീന് കൂടുതൽ മറ്റ് കേടുകൾ, ഇപ്പോൾ മെഷീൻ നിലവിൽ കേടുപാടുകളൊന്നും വന്നിട്ടില്ല, അപ്പോൾ എങ്ങനെ അത് സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് അവർ ആലോചിച്ചിട്ട് അതിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇതുകൂടാതെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 കേസുകളാണ്. ഒന്ന് അസ്വാഭാവിക മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുണ്ട്. 2 ഈ ഒരു തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ അവർ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തും. നമുക്ക് ഈ PMSSY ബ്ലോക്കിൻ്റെ താഴെയുള്ള നിലകളിൽ ഉൾപ്പെടെ CCTV ക്യാമറകൾ ഉൾപ്പെടെയുണ്ട്. നമ്മൾ രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ CCTV ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ച് ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് വളരെ കൃത്യവും സമഗ്രവുമായിട്ടുള്ളൊരു അന്വേഷണം പോലീസിൻ്റേതായിട്ട് അവർ നടത്തുന്നുണ്ട്. അതിൻ്റെ CCTVയുടെ ദൃശ്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ളവ മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറുന്നതാണ്. അതോടൊപ്പം മറ്റ് രജിസ്റ്ററുകളും, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ സൂക്ഷിച്ചിട്ടുള്ള രജിസ്റ്ററുകളും മറ്റു കാര്യങ്ങളുമെല്ലാം തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട്.